ഇവൻ പോയാ വീഴൂ, ഞാൻ വീഴ്ത്തും. നിതിൻ ചേട്ടനെതിരെ വന്ന സമയത്ത് നിതിൻ ചേട്ടൻ നേരിട്ടതുപോലെ ആയിരിക്കും ചേട്ടൻ വരുന്നത്. ഇങ്ങനെ ഒരു അലിഗേഷൻ വന്നു കഴിഞ്ഞാല് ഇവളെന്താ ഒരുമാതിരി വാവെടുത്ത പശുവിനെ പോലെ ആമ്പളക്കിട്ട് ഇന്റെ മാതിരി പേസതൊക്കെ ഉനക്ക് അച്ചമില്ലേ വെക്കമില്ലേ? നിയമപരമായിട്ട് പോകും, കായികപരമായിട്ട് പോകും. എന്റെ അമ്മയെ നാട്ടിച്ച് ഇങ്ങോട്ടൊന്നും പണയണ്ട. അതെ, മനുഷ്യന്റെ ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട്. നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. ഇവൻ ഇത്തിരി ദഹനക്കേടിന്റെ അസുഖം ഉണ്ടെന്നാ തോന്നുന്നേ. ഇന്നിനി വ്യായാമം കൊടുക്കല്ലേ? ഞാൻ ചോദിക്കുന്നത് ഇതുപോലത്തെ ചോദ്യം എനിക്ക് നിന്നോട് ചോദിച്ചു. നീയാണ് സിനിമയിൽ വരികയാണെങ്കിൽ നിനക്ക് ഇതുപോലൊരു ദുരനുഭവം വരുവാണെന്നൊക്കെ എനിക്ക് ചോദിച്ചോളൂ. എന്നെ വെറുതെ അയ്യോ അത് വേണ്ട. വന്നാൽ ഞാൻ ആദ്യം പോയി അടി കൊടുക്കും, എന്നിട്ട് ഞാൻ പോയി കേസ് കൊടുക്കും. ആണോ? അത്രക്കായ അതെ, നമ്മൾ ആദ്യം കായികരമായി നേരിടേണ്ടപ്പോ ആണോ? അതെ. എന്റെ അഭിപ്രായം എന്റെ അഭിപ്രായം എങ്ങനെയാണ്? ഞാൻ നിയമത്തിന്റെ വഴിക്ക് പോകുന്നു. ചേട്ടാ, ഇപ്പൊ വിനീതേട്ടനായിരുന്നു പേരിന് വേണ്ടിട്ട് വന്നത്. ധ്യാൻ ചേട്ടന് എത്രമാത്രം വിശ്വാസമുണ്ട് വിനീതേട്ടൻ ഇതുപോലെ വന്നിട്ട് സപ്പോർട്ട് ചെയ്യും? തർക്കുത്തരം പറയുന്നോടാ. അത് നമ്മള് പ്രതീക്ഷിക്കാത്ത ആളുകളാണ് ഇപ്പൊ അലിഗേഷൻ വന്നോണ്ടിരിക്കുന്നത്. അപ്പം നാളെ ഇവരോട് ധ്യാൻ ചേട്ടന്റെ പേര് പറഞ്ഞുകൂടാ എന്നില്ലല്ലോ. അപ്പൊ നമ്മൾ ഇപ്പഴേ ഒരു പ്രിക്കോഷൻ എടുത്ത് വെക്കണ്ടേ? എന്ത് ചെയ്യും? ഇനി നീ എങ്ങാനും നിന്റെ ചാല ഞാൻ പൊട്ടിക്കിട്ടും. ആ എരണം കെട്ടവനോട് ചിലക്കാണ്ടിരിക്കാൻ പറ. എന്ത് നല്ല കാര്യം പറഞ്ഞാലും അവൻ ഉടക്കുണ്ടാക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി ഏതെന്നറിയാമോ? എനിക്കറിയില്ല. അടിപൊളി. എനിക്ക് നിന്റെ ഇഷ്ടങ്ങളെ കുറിച്ച് ഞാൻ അറിയണം. ഒരു മിനിറ്റ്, അങ്ങനെ പറയുന്നത് ഞങ്ങളുടെ എല്ലാവരുടെയും ക്രഷാണ്. അപ്പൊ ചേട്ടൻ എന്ന് വെച്ച് അതിന്റെ അഹംഭാവം അവനില്ലട്ടാ. വരട്ടെ. ഞാൻ പോകുന്നു. ബൈ ബൈ.